ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ കല്യാണപ്രദ ഗോവിന്ദ കല്യാണേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ദൂതനായിട്ട് വന്ന സഞ്ജയൻ മടങ്ങിപ്പോയി. പാണ്ഡവ സഭ കൂടി. അവിടെ വച്ചിട്ട് യുധിഷ്ഠിരൻ ഭഗവാനോട് പറയാണ്, ബന്ധുക്കൾക്ക് പാണ്ഡവരെ സഹായിക്കാൻ പറ്റിയ ഒരവസരമാണിത്. ആരുണ്ട് ഞങ്ങൾക്ക് ബന്ധുക്കളായിട്ട്? അങ്ങല്ലാതെ പിന്നെ ആരാ ഞങ്ങൾക്കുള്ളത് എന്ന് യുധിഷ്ഠിരൻ തൻ്റെ നിസ്സഹായ അവസ്ഥയാണ് ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. യുദ്ധം ചെയ്യാണ്ടും ജനങ്ങളെയൊക്കെ കൊല്ലാണ്ടും ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അനേകം ക്ലേശങ്ങളൊക്കെ തരണം ചെയ്ത് ഇവിടെ വരെ എത്തി. ഇത്രയൊക്കെ ആയിട്ടും ഞങ്ങൾക്ക് അവകാശപ്പെട്ട ആ രാജ്യം തരാൻ കൗരവർ ഇപ്പോഴും മടിക്കുന്നു. ഞങ്ങൾക്ക് യുദ്ധത്തിലോ മരണത്തിലോ ഒന്നും ഭയമില്ല ഭഗവാനെ. പക്ഷെ ധർമ്മത്തിൽ അടിയുറച്ച് നിൽക്കാൻ കഴിയണേ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പ്രാർത്ഥനയുള്ളൂ. മറ്റുള്ളവരുടെ സമ്പത്തിനെ ആഗ്രഹിക്കുന്ന ഈ കൗരവര് വെറും ലോഭികളെന്ന് വെച്ച് അവരെ കൊല്ലണത് കഷ്ടമല്ലേ? ജീവിക്കാൻ ആവശ്യമുള്ളത് തന്നാൽ മതിയായിരുന്നു. അങ്ങനെയുള്ള പക്ഷം ഈ ദുഷ്ചെയ്തികളൊക്കെ വേണ്ടാന്ന് വയ്ക്കായിരുന്നു. വെറും 5 ഗ്രാമം കിട്ടിയാൽ മതി, ഞങ്ങൾ തൃപ്തിപ്പെട്ടോളാം ഭഗവാനെ. അവിസ്ഥലം മൃഗസ്ഥലം മാഗന്തി വാരണാവൃതം, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രാമം കൂടി, അങ്ങനെ 5 എണ്ണം തന്നാൽ മതി. ഈ യുദ്ധവും പൊല്ലാപ്പൊക്കെ ഇല്ലാണ്ട് അവസാനിപ്പിക്കാം. ഞങ്ങൾ അവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ ഭഗവാൻ മറുപടി പറയാണ്, നിവൃത്തിയുള്ളിടത്തോളം കാലം യുദ്ധം ഒഴിവാക്കണം എന്നുള്ള അങ്ങയുടെ ആഗ്രഹം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇരു കൂട്ടരുടെയും ശ്രേയസ്സിന് വേണ്ടി ഞാനൊന്ന് കൗരവസഭയിൽ പോയി സംസാരിച്ചാലോ? അത് വേണ്ട, അവരൊട്ടും ശരിയല്ല. അങ്ങേ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ച് കളയും. അങ്ങ് ഒറ്റയ്ക്ക് പോകുന്നതിനോട് എനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ല. വേണ്ട. അതൊന്നും പേടിക്കണ്ട. കൗരവരെ ഒന്നടക്കം എതിർത്താലും എനിക്കൊന്നും സംഭവിക്കാൻ പോണില്ല. അത്രയ്ക്കൊക്കെ വന്നാൽ ഞാൻ എല്ലാത്തിനെയും ചുട്ടുമുടിച്ചിട്ടേ ഇങ്ങോട്ട് വരുള്ളൂ എന്നും പറഞ്ഞ് കൃഷ്ണൻ കൗരവസഭയിൽ മാധ്യസ്ഥം സംസാരിക്കാൻ തയ്യാറായി. യുധിഷ്ഠിര, കൗരവരുടെ ദൂതനായിട്ട് വന്ന സഞ്ജയനോട് ഞാൻ പറഞ്ഞ മറുപടി നിങ്ങളെല്ലാവരും കേട്ട് കാണും. ആയുഷ്കാലം മുഴുവൻ പാണ്ഡവരെ പിച്ച തണ്ടി പരിവ്രാജകരായിട്ട് നടക്കേണ്ട ആവശ്യം എന്താ? അങ്ങ് ധാർമ്മികർ എന്ന് വിശേഷിപ്പിക്കുന്ന ഭീഷ്മരും ദ്രോണരൊക്കെ ശരിയായിട്ടുള്ള ധാർമ്മികരാണോ? അങ്ങനെയാണെങ്കിൽ പാഞ്ചാലിയെ സഭയിൽ വലിച്ചഴിച്ച് കൊണ്ടുവന്നപ്പോൾ അവരൊന്നും ഒന്നും മിണ്ടാതിരുന്നേ? അവരുടെയൊക്കെ നാക്കിറങ്ങിപ്പോയോ? അവരും ഇതിനൊക്കെ കൂട്ടു തന്നെയാണ് യുധിഷ്ഠിര, തെറ്റൊന്നും ധരിക്കണ്ട. അങ്ങനെയുള്ള കൗരവരോട് ധാർമ്മിക ബുദ്ധി ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല. നല്ല ഉപദേശം കൊടുത്തതുകൊണ്ട് കാര്യമുണ്ടെന്നും തോന്നണില്ല. സഭയിൽ വെച്ച് വാക്കുകൊണ്ടോ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അടങ്ങിയിരിക്കില്ല. പിന്നെ യുദ്ധമൊന്നും വേണ്ടി വരില്ല. ഞാൻ തന്നെ എല്ലാം തീർത്തിട്ട് ഇങ്ങോട്ട് പോരും. അതാ ഉണ്ടാവുക എന്നും പറഞ്ഞ് ഭഗവാൻ ദൂതിന് തയ്യാറായി. ഈ സമയത്ത് ഭീമസേനൻ സംസാരിക്കാൻ തുടങ്ങി. ധർമ്മം അസുരന്മാരെ വിട്ടുമാറിയപ്പോഴാണത്രേ കലി അവരെ ബാധിച്ചത്. ഇപ്പോൾ കൗരവരെ കലി ബാധിച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് ദുര്യോധനെ. അതുകൊണ്ട് അവരെന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. എങ്കിലും അവരൊക്കെ കൊല്ലേണ്ടി വരിക എന്ന് പറഞ്ഞത് കഷ്ടം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ളത് എന്തെങ്കിലും തന്നാൽ മതി. ഞങ്ങൾ അടങ്ങി ഒതുങ്ങി ഇവിടെ എവിടെങ്കിലും കഴിഞ്ഞോളാം എന്നാണ് ഭീമൻ. ഇത് കേട്ടപ്പോൾ ഭഗവാന് അതിശയം തോന്നി. പർവ്വതം തന്നെത്താനെ അമർന്നു പോവുമോ? തീ ശീതളായി തീരുവോ? അതുപോലെയാണ് ഇപ്പോൾ ഭീമൻ്റെ വാക്കുകൾ. ഇത്രയ്ക്ക് ധർമ്മിഷ്ഠനായ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ?
എൻ്റെ സംഹാരം നടത്താനും ഭൂമാരം തീർക്കാനുള്ള ഈ അവതാര ഉദ്ദേശം ഇയാൾ ഇല്ലാണ്ടാക്കുമോ? ഇയാളാണ് അതിൻ്റെ മുഖ്യ കാര്യമായിട്ട് ഞാൻ കണക്കാക്കിയേക്കണത്. ഇയാളിങ്ങനെ തണുത്ത എങ്ങനെയാ? ഏയ്, ഇത് ശരിയാവില്ല. ഇയാളെ ഒന്ന് ഉത്തേജിപ്പിച്ചേ പറ്റൂ. ഭഗവാൻ ഭീമസേനോടായിട്ട് പറയാണ്. ഈ കൗരവരോടുള്ള വിദ്വേഷം കാരണം അവരുടെ പേര് പറയുമ്പോഴേ നീ മാറി നിന്ന് പല്ലിറക്ക പതിവുണ്ടല്ലോ. ആ പൗരുഷവും ഈർഷ്യയും ഇപ്പോൾ യുദ്ധം അടുത്ത് വന്നപ്പോൾ കാണാനില്ലല്ലോ. പേടിയായോ? ധർമാധർമ്മങ്ങളിൽ നിന്നും പിന്മാറുക എന്നുള്ളത് ഭീരുക്കളുടെ ലക്ഷണമാണ്. ശമം എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ്. എന്നാൽ ശമത്തിൻ്റെ പേരിൽ ഭീരുവാവാൻ പാടില്ല. പാലിക്കാൻ കഴിയാത്ത പ്രതിജ്ഞകളൊക്കെയാണല്ലോ അന്ന് നീ അവിടെ നിന്ന് ചൊരിഞ്ഞത്. ക്ഷത്രിയൻ്റെ അനുഭവം വീര്യത്തിലാണ്. വീര്യം കൊണ്ട് സമ്പാദിക്കാത്തത് ക്ഷത്രിയന് അനുഭവിക്കാൻ കൊള്ളില്ല. ഇത്രയൊക്കെ കേട്ടപ്പോഴേക്കും ഭീമൻ്റെ പൗരുഷം ആളിക്കത്തി. അപ്പോഴാണ് അവിടെ ഇരുന്നവർക്ക് മനസ്സിലാവണത് ഭീമൻ ഒരു വിധത്തിൽ ധർമ്മപുത്രരെ കളിയാക്കി സംസാരിക്കുകയായിരുന്നു എന്ന്. ഭീമൻ്റെ ഉള്ളിൽ ആ പക ആളിക്കത്ത് തന്നെയായിരുന്നു. ഭീമൻ ഉടനെ ഭഗവാനോട് പറയാണ്, ഭഗവാനെ, പാണ്ഡവ ശത്രുക്കളായിട്ടുള്ള എല്ലാ രാജാക്കന്മാരെയും അവരുടെ കൂടെ വന്നവരെയൊക്കെ ഞാൻ കൊല്ലും. അതെൻ്റെ ദൃഢനിശ്ചയമാണ്. അതിനെനിക്ക് ആയുധം പോലും വേണ്ട. ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ തല്ലി കൊല്ലും എല്ലാത്തിനെയും. സംശയമൊന്നും വേണ്ട. എൻ്റെ പ്രതിജ്ഞയൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നീട് ഭീമസേനൻ സംസാരിക്കുന്നത് ഒരുമാതിരി ഭ്രമം പിടിച്ച മാതിരിയായിരുന്നു. കേട്ടിരുന്നവർക്ക് എല്ലാവർക്കും ആകെ പേടി പിടിച്ചു. അപ്പോൾ ഭഗവാൻ ഭീമനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു, ഭീമ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് അവരോട് സന്ധിക്ക് പുറപ്പെട്ടില്ല എന്ന് നാളെ ലോകം പറയരുത്. അവർ ഈ 5 ഗ്രാമത്തിൻ്റെ ആവശ്യം പോലും അംഗീകരിക്കുന്നൊന്നും എനിക്ക് തോന്നണില്ല. സന്ധിക്ക് ശ്രമിക്കാണ്ടിരുന്നാൽ ലോകം നമ്മളെ ധർമ്മഭ്രഷ്ടരായിട്ട് കണക്കാക്കും. അതുകൊണ്ടാണ് ഞാൻ സന്ധിക്ക് പുറപ്പെടണത് ഭീമ. ഇതൊന്നും നടക്കാൻ പോണ കാര്യങ്ങളെ അല്ല. താൻ എത്രത്തോളം ശക്തനാണെങ്കിലും ദൈവാധീനം കൂടെ ഉണ്ടെങ്കിലേ ആ ശക്തി പ്രകടമാവുള്ളൂ. ഇത്രയും ശക്തിമാനായ തന്നെ നകുഷൻ എന്ന പരിമ്പാമ്പ് കെട്ടി വരിഞ്ഞപ്പോൾ തൻ്റെ ആ പരിതാപകരമായ അവസ്ഥ ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. അതുകൊണ്ട് എന്ത് ശക്തിമാനാണെങ്കിലും ദൈവാധീനം കൂടെ വേണം. ഈ നകുഷൻ പെരുമ്പാമ്പായ കഥ നമ്മുടെ ഭാഗവതത്തിൽ 24ാമത്തെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എടുത്ത് കേൾക്കുക. അതുകൊണ്ട് ഞാൻ ദൂത് പോയി വരണത് വരെ സമാധാനമായിട്ടിരിക്കുക. എല്ലാവരും ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നും പറഞ്ഞ് ഭഗവാൻ തൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു. ഭഗവാൻ എല്ലാവരുടെ മനസ്സിലും എപ്പോഴും വിളയാടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.